നമസ്കാരം, എല്ലാവർക്കും സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്ന ടോയ്ലറ്റ് സോപ്പ് ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഈ ടോയ്ലറ്റ് സോപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അറിയാം, കേരളത്തിൽ അയൽക്കൂട്ടക്കാര് പലയിടത്തും സോപ്പുകളും കാര്യങ്ങളും ഒക്കെ കുറെ അധികം കാലങ്ങളായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര കണ്ട് സക്സസ് അല്ല എന്നുള്ളതാണ്. ഒരു ടൈം ബീയിങ് അവരുണ്ടാക്കുന്നു, ആ പരിപാടി നിർത്തുന്നു, ഇതൊക്കെ തന്നെയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് വേണമെങ്കിൽ സോപ്പ് ഉണ്ടാക്കി വിൽക്കാൻ പറ്റും, നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഒരു മകുടോദാഹരണം നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയധികം ജയന്റ് സോപ്പ് കമ്പനികൾ പിടിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ഒരു കേരള കമ്പനി ആരും അറിയാതെ പതുക്കെ ഉയർന്നു വന്ന് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ സോപ്പ് വിൽക്കുന്ന ഒരു കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട്. ആ ബ്രാൻഡ് സോപ്പിന്റെ പേരാണ് ക്യൂട്ടി. ആദ്യം വന്നത് അവർ വളരെ വലിയ ടെക്നിക്ക് ഉപയോഗിച്ചാണ് വന്നത്. അവർ ഒരു പരസ്യവുമില്ലാതെ നേരെ കസ്റ്റമറെ കയ്യിലെടുത്തു, ഇല്ലെങ്കിൽ റീറ്റെയിലറെ, ഹോൾസെയിലറെ കയ്യിലെടുത്ത് അവർ ഡയറക്റ്റ് സപ്ലൈ ചെയ്തു. സാധാരണഗതിയിൽ അന്നത്തെ അവസ്ഥയിൽ പോലും അത്രയും സോപ്പിന് ലെക്സ് പോലെയുള്ള കമ്പനികൾ 45 രൂപ ചാർജ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവർ ചെയ്തത് 25 രൂപ MRP ഇട്ടതിന് ശേഷം 20 രൂപയ്ക്ക് കൊടുക്കുകയായിരുന്നു ചെയ്തത്. ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പാണ് എന്നാണ് എന്റെ ധാരണ. ഇപ്പോഴും ആ സോപ്പിന് 20 രൂപ തന്നെ വിലയാണ്. നല്ല മാർക്കറ്റ് അവർ പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കാത്തതൊന്നുമില്ല, അത് കൃത്യമായ രീതിയിൽ ചെയ്യണം എന്ന് മാത്രം. ഇന്നിവിടെ പലരും ചോദിച്ച ഒരു കാര്യമാണ്, സോപ്പ് ഉണ്ടാക്കുന്ന കൂട്ട് പറയാമോ എന്ന്. ഇത് ഇൻഡസ്ട്രിയലി സോപ്പ് ഉണ്ടാക്കുന്ന കൂട്ടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ആണ് പറയുന്നതെങ്കിലും നിങ്ങൾ റീചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യയിൽ വൻകിട കമ്പനികളുടെ വകയായി 100-ലധികം ടോയ്ലറ്റ് സോപ്പുകൾ ഇപ്പോൾ വിപണിയിലുണ്ട്. എങ്കിലും ഒരു 25-35 എണ്ണത്തിൽ താഴെ മാത്രമേ അഖിലേന്ത്യാ വിപണിയിൽ വിൽക്കപ്പെടുന്നുള്ളൂ. പൊതുവെ വൻകിടക്കാര് ടോയ്ലറ്റ് സോപ്പുകൾക്ക് വലിയ വിലയിട്ട് കൊള്ള ലാഭം എടുക്കുന്ന പ്രവണതയാണ് സ്വീകരിച്ചു വരുന്നത്. കാരണം മറ്റൊന്നുമല്ല, അവർക്ക് ഈ പരസ്യം കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടതല്ലേ. ആ ഒരു സ്ഥിതിയിൽ നമുക്ക് അല്പം വില താത്തി നല്ല ഗുണമേന്മയുള്ള സോപ്പ് കൊടുക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമ്മളുടെ കേരളത്തിൽ വിജയിച്ച കമ്പനി പോലെ തന്നെ നമുക്കും വിജയിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. ഇന്നിപ്പോ പ്രത്യേകിച്ച് കൊറോണ കാലമായപ്പോൾ സോപ്പിന്റെ ഉപഭോഗം വളരെയധികം കൂടി, ഏകദേശം ഡബിളിന് മുകളിലായിട്ടുണ്ട് എന്നാണ് വാർത്തകളിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു സോപ്പ് ഉണ്ടാക്കുന്നതിന്റെ രീതി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് കുറച്ച് യന്ത്രോപകരണങ്ങൾ വേണം. ഒന്ന്, ഒരു ബോയിലിംഗ് പാൻ വേണം, ബോയിലർ വേണം, ഡ്രൈയിങ് ചേംബർ വേണം, ചിപ്പിംഗ് മെഷീൻ വേണം, അമാൽഗമേറ്റർ വേണം, അതായത് ഇത് എല്ലാം കൂടെ അരയ്ക്കണം ആദ്യം. ആ അരയ്ക്കുന്ന മെഷീൻ വേണം, പ്ലോഡർ മെഷീൻ വേണം, പിന്നെ ഇതിന്റെ പേര് സീൽ ചെയ്യാൻ വേണ്ടി സ്റ്റാമ്പിംഗ് മെഷീൻ വേണം, മോൾഡുകൾ വേണം. സോപ്പ് ഉണ്ടാക്കുന്ന മോൾഡുകൾ ഉണ്ടല്ലോ, അത് വേണം, ഏതൊക്കെ ഷേപ്പാണ് എന്നുള്ളത്. അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഇതിനു വേണ്ടി വരും. ഞാൻ ഇതിന്റെ പ്രവർത്തന മൂലധനത്തെ കുറിച്ചോ എത്ര പണമാകുമെന്നോ ഒന്നും ഇവിടെ പറയുന്നില്ല. ജസ്റ്റ് ഇതിന്റെ ഫോർമുലേഷൻസ് മാത്രമാണ് ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മറ്റു വീഡിയോകൾ നമ്മളും ചെയ്തിട്ടുണ്ട്, അല്ലാതെയുള്ള ചാനലുകളിൽ ലഭ്യമാണ്. ഇവിടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചും മറ്റുള്ള എണ്ണകൾ ഉപയോഗിച്ചുമുള്ള കൂട്ടുകളാണ് പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. കൂടാതെ സ്ക്രീനിൽ ഇത് എഴുതി കാണിക്കുന്നുമുണ്ട്. വെളിച്ചെണ്ണ നമുക്ക് വേണ്ടിവരും. ഇതിന് കൊഴുപ്പ്, ടാലോ എന്ന് പറയും, അത് വേണ്ടിവരും. ആവണക്കെണ്ണ വേണ്ടിവരും. കാസ്റ്റിക് സോഡ വേണ്ടിവരും. ഇതിനു വേണ്ടിയുള്ള നിറങ്ങൾ വേണ്ടിവരും. സുഗന്ധങ്ങൾ വേണ്ടിവരും. കാസ്റ്റിക് പൊട്ടാഷ്, ഇങ്ങനെ കുറെ അധികം കാര്യങ്ങൾ ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട്. ഇതൊക്കെ വേണ്ടിവരും. അപ്പോൾ ഓരോന്നിന്റെയും ഓരോ കൂട്ടുകളാണ്. അതിന് പറയുന്ന സാധനം മാത്രമേ ആ കൂട്ടിന് വേണ്ടി വരികയുള്ളൂ. ഓക്കെ, നമുക്ക് ഫോർമുലേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഒരു ഫോർമുലേഷൻ പറയുകയാണ്. അത് വെളിച്ചെണ്ണ 44 കിലോഗ്രാം. ഈ ഫോർമുലേഷൻസ് ഒക്കെ മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് തപ്പിയെടുത്ത് തന്നെയാണ്. ഞങ്ങൾ ഉണ്ടാക്കിയ ഫോർമുലേഷൻസ് അല്ല. തെറ്റ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എങ്കിലും നിങ്ങൾ റീചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. വെളിച്ചെണ്ണ വേണ്ടത് 44 കിലോഗ്രാം വേണം. കൊഴുപ്പ് 60 കിലോഗ്രാം വേണം. ആവണക്കെണ്ണ 4 കിലോഗ്രാം വേണം. പിന്നെ കാസ്റ്റിക് സോഡ 55 കിലോഗ്രാം വേണം. പിന്നെ ഇതിനു വേണ്ടിയുള്ള നിറങ്ങളൊക്കെ ആവശ്യത്തിന് വേണം. സുഗന്ധം ആവശ്യത്തിനാണ് വേണ്ടത്. ഇങ്ങനെ ഒരു കൂട്ട് വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാം. ഇനി വേറൊരു കൂട്ടിൽ വരുമ്പോൾ വെളിച്ചെണ്ണ 94 കിലോഗ്രാം, ആവണക്കെണ്ണ 6 കിലോഗ്രാം, കാസ്റ്റിക് സോഡ 56 കിലോഗ്രാം, നിറങ്ങൾ ആവശ്യത്തിന്, സുഗന്ധം ആവശ്യത്തിന് രണ്ടാമത്തെ കൂട്ടാണ്. മൂന്നാമത്തെ കൂട്ട് വരുമ്പോൾ വെളിച്ചെണ്ണ 50 കിലോഗ്രാം, കൊഴുപ്പ് 50 കിലോഗ്രാം, കാസ്റ്റിക് സോഡ 50 കിലോഗ്രാം. പിന്നെ നിറങ്ങളും സുഗന്ധങ്ങളും പറഞ്ഞ പോലെ തന്നെ പാകത്തിന് എങ്ങനെയാണ് വേണ്ടത് അങ്ങനെ തന്നെ. നാലാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞ ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ 50 കിലോഗ്രാം, കൊഴുപ്പ് 50 കിലോഗ്രാം, കാസ്റ്റിക് സോഡ
48 കിലോഗ്രാം, കാസ്റ്റിക് പൊട്ടാഷ് 4 കിലോഗ്രാം, നിറങ്ങളും സുഗന്ധവും ആവശ്യത്തിന് വേണ്ടിവരും. ഇനി അടുത്ത ഒരു കൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ 20 കിലോഗ്രാം, കൊഴുപ്പ് 80 കിലോഗ്രാം, കാസ്റ്റിക് സോഡ 50 കിലോഗ്രാം, പിന്നെ നിറങ്ങളും സുഗന്ധങ്ങളും പാകത്തിന്. ഇത് ഈ 5 കൂട്ടും വ്യത്യസ്തമാണ്, അത് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ സോപ്പിന്റെ സ്പെഷ്യലിസ്റ്റുകളുണ്ട്, അവരെ കാണണം, അവരുമായിട്ട് ചർച്ച ചെയ്യണം, കൂട്ടുകളൊക്കെ കൃത്യമായിട്ട് അവരിൽ നിന്ന് വാങ്ങിക്കണം. അങ്ങനെയൊക്കെയാണ് ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇത് സാധാരണ ടോയ്ലറ്റ് സോപ്പുകളുടെ കാര്യമാണ്. ഇനി അടുത്ത ഒരു വീഡിയോയിൽ വരുമ്പോൾ നമ്മൾ സുതാര്യം, അതായത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പിയേഴ്സ് പോലെയുള്ള സോപ്പുകളെ കുറിച്ച് പറയുന്നതാണ്. ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. അത് കൂടാതെ തന്നെ നമുക്ക് ഏറ്റവും ചെറിയ അളവിൽ ചെയ്യാനായിട്ട് ഏകദേശം ഒരു 3 ലക്ഷം രൂപയുടെ മിഷനറികൾ വേണ്ടിവരും എന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇവിടെ മിഷനറികളെ കുറിച്ച് പറയുന്നില്ല, ഞാൻ ഓരോ മിഷനറിയുടെയും പേര് പറഞ്ഞിട്ടുണ്ട്. ആ മിഷനറികൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യ മാർട്ട്, എക്സ്പോർട്ടേഴ്സ് ഇന്ത്യ, ട്രേഡ് ഇന്ത്യ പോലെയുള്ള സൈറ്റുകളിൽ തിരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ തന്നെ തിരഞ്ഞു നോക്കുക. പിന്നെ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ സമീപിക്കേണ്ടത് DICA ആണ്, അതായത് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെന്ററിനെയാണ്. അവർ നിങ്ങൾക്ക് ബാക്കി ഗൈഡ് ലൈൻസ് തരുന്നതാണ്. കൂടാതെ നിങ്ങളുടെ പ്രോജക്റ്റ്, കൂടാതെ നിങ്ങൾക്ക് ബാങ്ക് ലോണ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം, പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ലൈസൻസുകൾ വേണ്ടിവരും, ഏതൊക്കെ NOCകൾ വേണ്ടിവരും എന്നുള്ളതൊക്കെ അവർ കൃത്യമായിട്ട് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കും. അവർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇത്തരത്തിലുള്ള ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.